ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്തില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്ത് തരാം കേട്ടോ. ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സേമിയ കേസരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ഈ സേമിയ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വറുത്ത് കോരി വെക്കുക. എന്നിട്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ സേമിയ നല്ലപോലെ ഇട്ടൊന്ന് കുറച്ച് കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനിത് ഉണ്ടാക്കണമ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 3 അച്ച് ശർക്കര ഇട്ടുകൊണ്ട് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരുന്നു. ഞാൻ പറയാൻ വിട്ടതാണ്. ഫസ്റ്റ് തന്നെ ഞാനത് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെള്ളം കുറുകി വരുന്നവരെ ഇളക്കി കൊടുത്ത് വേവിക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വേവണം. ഏകദേശം കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഈ കാഷ്യൂനട്ടും അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതുപോലെയുള്ളൊരു സ്റ്റീൽ പാത്രത്തേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും നമ്മൾ തടവി കൊടുക്കുക. എന്നിട്ട് ചൂടോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. The wind hums songs at the break of day, whispering pines. അങ്ങനെ ഏകദേശം ഇത് ചൂടാറിയെന്ന് ഉറപ്പായതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തട്ടിയെടുക്കണം, എന്നാലേ ഇതൊരു കേക്കിൻ്റെ അതേ പരുവത്തിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.